അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സദ്യ സ്റ്റൈലിലൊരു അടിപൊളി ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിനായിട്ടൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് ഒന്ന് നന്നായിട്ട് നല്ല നൈസായിട്ട് ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ അരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതേപോലെ ഒന്ന് കത്തിക്ക് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റും കൂടെ ഇതേപോലെ തന്നെ കുനുകുന കൊത്തി അരിഞ്ഞ് നല്ല നൈസായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സവാള, പച്ചമുളക്, പിന്നെ അതിലേക്ക് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ഒതുക്കി ചേർക്കാനും കൂടെ വേണം. അപ്പോൾ ആ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് യോജിപ്പിക്കുക. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം. അതൊന്ന് നൈസായിട്ട് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഇതേപോലെ ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ടൊരു ഉരുളി അടുപ്പേ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നും കൂടെ വേണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളക് ഒരു 3-4 എണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജാണ്. ക്യാബേജും ക്യാരറ്റും സവോള എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളത് ഈ വാഴയില കൊണ്ട് തന്നെ മൂടി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് മുമ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ടാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില മുമ്പ് നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തതാണ്, എന്നാലും കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ ഇല ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് ആവി കയറ്റുക ലോ ഫ്ലെയിമിലിട്ട്. എന്നിട്ട് ഇലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ ആയിട്ട് നമ്മുടെ ക്യാബേജ് തോരൻ അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ലൊരു സദ്യ സ്റ്റൈൽ തോരൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.